ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ അനർഹരായ നിരവധി പേരുടെ കയ്യിലെത്തിയ സംഭവത്തിൽ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ സർക്കാർ ജീവനക്കാർക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് നടന്ന പ്രത്യേക യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. പെൻഷൻ വിതരണത്തിൽ അനർഹരായ ആളുകൾ കയറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കും. അനർഹമായി പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ അല്ലാത്തവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് യോഗത്തിൽ തീരുമാനമായി. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കാനും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. മരിച്ചവരെ അതത് സമയത്ത് കൺകറിംഗ് മസ്റ്ററിംഗ് നടത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും. വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കുകയും ചെയ്യും. ഇതിന് ഫേസ് ഓതന്റിഫിക്കേഷൻ സംവിധാനവും ഏർപ്പെടുത്തും. വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ സീഡിംഗ് എന്നിവയും നിർബന്ധമാക്കും. സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തി ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ലെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് മരിച്ചവരുടെ അടക്കം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഒരേ സമയം വിധവാ പെൻഷനും അവിവാഹിതർക്കുള്ള പെൻഷനും വാങ്ങുന്നവരുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. C&AG റിപ്പോർട്ടിലാണ് നിർണായക കണ്ടെത്തൽ. 2023 സെപ്റ്റംബർ മാസത്തിലാണ് ഇത്തരത്തിലൊരു C&AG റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിക്കുന്നത്. മരണപ്പെട്ടവരുടെ പേര് നീക്കം ചെയ്യാതെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മരിച്ചവരുടെ പട്ടികയിലെ 4039 എണ്ണത്തിൽ 1698 പെൻഷൻ വിതരണം ചെയ്തു. ഇതിൽ മാത്രം 2.63 കോടി രൂപയാണ് നഷ്ടമുണ്ടായിരിക്കുന്നത്. നേരിട്ട് വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്തതിലാണ് കൂടുതൽ ക്രമക്കേടുകളും നടന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്.